RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിലെ മുഖ്യാതിഥിയായിരുന്നു ശ്രീ മമ്മൂട്ടി. പ്രസ്തുത സമ്മേളനത്തിൽ സംസാരിക്കവേ മമ്മൂട്ടി നടത്തിയ ചില പരാമർശങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. വിവാദപരമായ പരാമർശങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിൻ്റെ വാതിക്കൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിലെത്തുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ അവസാന പുക കിട്ടുക. അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു എന്ന് എനിക്കറിയില്ല. ആ സിഗരറ്റ് വലിച്ചതിൽ ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന ആളുകളുണ്ടാകാം. അതൊന്നും അന്ന് വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങളെ ബാധിച്ചിട്ടില്ല. ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത്. ഞാനും കോളേജിൽ പഠിക്കുന്ന കാലത്ത് പുകവലിക്കുമായിരുന്നു എന്നൊരാൾ പറയുന്നത് എങ്ങനെയാണ് ഇത്ര വിവാദമാകുന്നത്? പക്ഷെ പറഞ്ഞത് മമ്മൂട്ടി എന്ന മഹാനടനും 18-17 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളുടെ ഒരു സമ്മേളന നഗരിയിൽ വെച്ചാണെന്നതുമാണ് ഇതിൻ്റെ പ്രാധാന്യം. ലഹരിയെക്കുറിച്ചുള്ള ഓരോ പരാമർശങ്ങൾ നടത്തുമ്പോഴും മമ്മൂട്ടി എന്ന വ്യക്തിക്ക് നടൻ എന്നതിലുപരി വേറൊരു വലിയ ഉത്തരവാദിത്തം കൂടിയുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പ്രൊജക്റ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു മമ്മൂട്ടി. എന്താണ് ഈ ക്ലീൻ ക്യാമ്പസ് ആൻഡ് സേഫ് ക്യാമ്പസ് പ്രൊജക്റ്റ്? അതായത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും മയക്കുമരുന്നിൻ്റെ ഉപയോഗം തുടച്ചു നീക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തുടങ്ങിയ ഒരു വലിയ പദ്ധതിയാണ്. ഇത്തരത്തിലുള്ള ഒരു വലിയ ഉത്തരവാദിത്വം തലയിലേറ്റിയ ആൾ ഇത്തരമൊരു വേദിയിൽ ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നതാണ് ഇവിടുത്തെ പ്രസക്തി. മമ്മൂക്ക വരെ കോളേജിൽ പഠിക്കുമ്പോൾ പുകവലിക്കുമായിരുന്നു. പിന്നെ നമുക്കെന്താണ് വലിച്ചാലെന്ന് ഒരു കൗമാരക്കാരന് തൻ്റെ അപക്വമായ മനസ്സിൽ തോന്നിയാൽ നമുക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല. ഇത് വളരെ ബാലിശ്യമായ ഒരു ആർഗ്യുമെൻ്റാണ് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ മമ്മൂട്ടിയെപ്പോലെ സാമൂഹികമായി ഉത്തരവാദിത്വമുള്ള ഒരു മഹാനടൻ, ജനങ്ങൾ അംഗീകരിക്കുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു മഹാനടൻ ഇത്തരത്തിലുള്ള ഒരു സമ്മേളന നഗരിയിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയായിരുന്നു ഇത്. മമ്മൂട്ടി ഒഴിവാക്കേണ്ട പ്രസ്താവന തന്നെയായിരുന്നു ഇതെന്നാണ് RR ടോക്സിൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.